ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ്. നമ്മളുടെ പൂമ്പാറ്റ ചെടി അല്ലെങ്കിൽ കിലിക്കി ചെടി എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ വിത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൈകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ തൈകളൊക്കെ നമ്മുടെ കയ്യിൽ കഴിഞ്ഞു പോയി. അപ്പോൾ ഞാനത് വിത്തുകളാവാൻ അങ്ങനെ വിടാറില്ല. നമ്മുടെ ആവശ്യത്തിന് മാത്രം വിത്ത് എടുത്തിട്ട് കട്ട് ചെയ്ത് നിർത്തുകയാണ് ചെയ്യാറ്. അപ്പോൾ കുറേ പേര് വിത്ത് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായി, മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടിയാണ് നമ്മളിപ്പോൾ വിത്ത് റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. വിളിക്കാതിരിക്കുക, മെസ്സേജ് ചെയ്യാം കേട്ടോ. പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ വിത്തുകൾ അയച്ചു കൊടുക്കണം കേട്ടോ. വിത്തൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ പൂമ്പാറ്റ ചെടി വിത്ത് അല്ലെങ്കിൽ തൈകൾ വാങ്ങിച്ചിരുന്നവരുടെ ശ്രദ്ധിക്കാനൊരു കാര്യം പറയുകയാണ്. ചിലരുടെയൊക്കെ വീട്ടിൽ നമ്മൾ പ്ലാന്റ് വാങ്ങിച്ചു നട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പൂമ്പാറ്റകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിലരുടെയൊക്കെ വീട്ടിൽ നമ്മൾ കൊണ്ടുവച്ചിട്ട് ചിലർ പറയാറുണ്ട്, ഇപ്പോൾ ഞാനായാലും അങ്ങനെയാണ്, വാങ്ങിച്ച് വെച്ചിട്ട് അയ്യോ പൂമ്പാറ്റ വരുന്നില്ലല്ലോ എന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ആ സ്ഥലത്തൊന്നും നമ്മൾ ഈ 2 തരം പൂമ്പാറ്റകളാണ് അതിലുണ്ടാവുക. അപ്പോൾ പൂമ്പാറ്റകൾ ഈ പ്ലാന്റ് അറിഞ്ഞു വരണം. ആദ്യം ഒരെണ്ണം വരും, പിന്നെ 2 എണ്ണം, പിന്നെ അങ്ങനെ ഇരട്ടി ഒരുപാട് വരും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഈ പ്ലാന്റുമ്മിൽ പൂമ്പാറ്റകൾ വരുന്നത്. ചിലർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വലുതായി പൂക്കളൊക്കെ ആയി ആവുമ്പോഴായിരിക്കും പൂമ്പാറ്റകൾ വന്നു തുടങ്ങണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെച്ച അപ്പം തന്നെ ദേ പൂമ്പാറ്റകൾ ഓടി വരുന്നു. അങ്ങനെയല്ല, ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു. ഞാൻ വെച്ചിട്ട് ഈ സംഭവം പൂമ്പാറ്റകൾ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് നാൾ ഞാൻ കാത്തിരുന്നു. പിന്നെ ചെടി വലുതായി കുറേ ഫ്ലവറൊക്കെ ആയി വന്നപ്പോഴാണ് ആദ്യം ഒരു പൂമ്പാറ്റ ഞാൻ കണ്ടത് കേട്ടോ. പിന്നെ 2ആയി 3ആയി പിന്നെ അങ്ങനെയായി ഒരുപാട് പൂമ്പാറ്റകൾ എന്നും വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചില സ്ഥലത്തൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചില സ്ഥലത്ത് പെട്ടെന്ന് വരും കേട്ടോ. പൂമ്പാറ്റകൾ പെട്ടെന്ന് വരും, നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ആ ചെടിയുമ്പോൾ നിറയെ ഉണ്ടാവും കേട്ടോ. പുഴു തിന്ന പോലെ ഇരിക്കും നമ്മുടെ ആ ചെടിയുടെ ഇലകൾ ഇരിക്കുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ വിത്ത്. അപ്പോൾ ഈ കളറാവുമ്പോഴാണ് നമ്മളതുപോലെ പൊട്ടിക്കുക കേട്ടോ. വിത്തിന് ഈ കളറല്ല, വിത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് വിത്തിന് മുമ്പുണ്ടാകുന്ന ആ പയറാണ്. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മൂത്തതിന് ശേഷമാണ് നമ്മളിത് പൊട്ടിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഭയങ്കരമായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ അത് മുളയ്ക്കില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ വിത്തുകൾ ഇങ്ങനെ കിലുക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ കിലുങ്ങണ സൗണ്ട് കേൾക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ കിലുക്കിച്ചെടി എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഇതുമല്ലിപ്പോൾ 2 തരം പൂമ്പാറ്റകളാണ് എൻ്റെ ചെടിയുമ്പോൾ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ഈ പ്ലാന്റുമ്പോൾ നിറയെ ഉണ്ടായി. എന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയപ്പോൾ പിന്നെ വന്ന ശിഖരങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഇതുമ്പോൾ വന്ന് തുടങ്ങുന്നുണ്ട് പൂമ്പാറ്റകൾ. 1 2 3 4 ഒരു 10 എണ്ണമൊക്കെ വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ. 10 എണ്ണമൊക്കെ വരെ വരാറുണ്ട്. പിന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും പൂമ്പാറ്റകളുടെ എണ്ണങ്ങൾ കൂടി വരികയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നല്ല മൂത്ത വിത്തുകളാണ് നമ്മൾ കൊടുക്കുന്നത്. വിത്ത് ആവശ്യപ്പെടുന്നവ മാത്രമേ നമ്മൾ പൊട്ടിക്കുള്ളൂ. കാരണം നേരത്തെ പൊട്ടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കൽ കണ്ടോ. ഈ പരിവായിട്ടുണ്ട് വിത്തുകൾ. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുമ്പോഴേക്കും അത് മൂത്ത് നല്ല ബ്ലാക്ക് കളറാവും ആ വിത്തിൻ്റെ പയർ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ക്രീം കളറായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഒരു ബ്രൗൺ കളർ പോലെ ആയിരിക്കും കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ വിത്ത്. അപ്പോൾ പൊട്ടിച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കില്ല, കാരണം ചിലപ്പോൾ അത് മുളയ്ക്കാതെ പോയാലോ എന്ന് കരുതി നമ്മളെപ്പോഴും സൂക്ഷിച്ച് വെക്കില്ല കേട്ടോ. ആവശ്യക്കാർക്ക് പൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇവിടെ വരുന്നവരൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ വിത്തുകൾ. പിന്നെ നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ, അധികം നമ്മുടെ കയ്യിലില്ല. ഞാൻ കുറേയൊക്കെ തൈകളാക്കാൻ പാകി വെച്ചേക്കാണ്. അപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ ഈ പ്ലാന്റ് ചിലർ പറയും തണലത്ത് വെക്കണോ വെയിലത്ത് വെക്കണമെന്നൊക്കെ. അപ്പോൾ അത് തണലത്തും വളരും വെയിലത്തും വളരും കേട്ടോ. പക്ഷേ ഇത് വെയിലത്ത് വെച്ചപ്പോഴാണ് നല്ല ഹെൽത്തിയോടുകൂടി വളരണം കേട്ടോ. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ളിടത്ത് വെക്കുകയാണ്, സൂര്യപ്രകാശം ഉള്ളിടത്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ പ്ലാന്റ് വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം തണലില്ലാത്ത സ്ഥലത്ത് വെച്ചുകൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ വിത്ത് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാണ്, ഈ ഒരു സൈസാണ് നമ്മുടെ വിത്തിന്. ഇതുപോലെ ഇരിക്കും. നല്ലൊരു ബ്രൗൺ കളറും അതുപോലെ തന്നെ ഒരു ക്രീമിഷ് കളറുമാണ് വിത്തിൻ്റെ കളർ കേട്ടോ. പെട്ടെന്ന് മുളച്ച് കിട്ടുന്ന വിത്താണിത്. അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ വീണ്ടും പറയാണ്, വിളിക്കാതിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു ഗാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്